തലേ ദിവസം വരെ അവിടെ ഇങ്ങനെ ഓടിക്കാണ്. അവിടെയുള്ള സ്റ്റാഫ്മാരൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ കുട്ടി ഇങ്ങനെ ഓടിച്ചാടി നടക്കണതേ. എന്നിട്ടാണ് കൊണ്ടുപോയി കൊടുത്ത പോലെയായി അവിടെ പോയിട്ട്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ഡോക്ടറുടെ കൈപ്പിഴവ് മൂലം ഇനി ഒരു രോഗി മരിച്ചു കഴിഞ്ഞാണെങ്കിൽ അതൊരിക്കലും ഒരു ക്രിമിനൽ കുറ്റമല്ല പോലും. കഴിഞ്ഞ ആഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലോകസഭയിൽ അമിത്ഷാ ബില്ല് പാസ്സാക്കിയത് അല്ലെ. ഇപ്പൊ അത് ബില്ല് പാസ്സാക്കിയതുള്ളൂ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതൊരു നിയമമായി മാറും. സാധാരണ രീതിയിൽ ഡോക്ടറുടെ കൈപ്പിഴവ് മൂലം ഒരു രോഗി മരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇത്രയും കാലം IPC 304 പ്രകാരമായിരുന്നു കേസ് എടുത്തുകൊണ്ടിരുന്നത്. 2 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു വകുപ്പാണിത്. ജീവപര്യന്തം വരെ തടവ് ലഭിച്ചവരുണ്ട്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലും ശിക്ഷ നേരിടേണ്ടി വന്നവരുണ്ട്. എന്നിരുന്നാലും ആ രീതിയിലായിരുന്നു ഇത്രയും കാലത്ത് നിയമ സംവിധാനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആ നിയമമാണ് ഇപ്പൊ അപ്പാടെ മാറ്റി എഴുതാൻ പോകുന്നത്. അതായത് ഇനി തൊട്ട് ഈ വകുപ്പുകളെല്ലാം അങ്ങ് എടുത്തു കളയും. ചുരുക്കി പറഞ്ഞ ഒരു ഡോക്ടർ വിചാരിച്ചാൽ സുഖമായിട്ട് ഇനി തൊട്ട് രോഗിയെ കൊല്ലാമെന്നർത്ഥം. ഇനി തൊട്ട് ഒരു പക്ഷേ ഹോസ്പിറ്റലുകളിലെ മസ്തിഷ്ക മരണങ്ങളൊക്കെ കൂടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ. എന്തായാലും പുതിയ നിയമം പാസ്സാക്കാൻ പോകുകയാണല്ലോ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഈ നിയമം പാസ്സാക്കുന്നത് കാരണമായി നിരാശയിൽ കഴിയുന്ന, നീതി നിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, കോടതി കയറിക്കൊണ്ടിരിക്കുന്ന 3 കുടുംബങ്ങളെ കുറിച്ചാണ്. ഈ 3 കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റോറി ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് അവർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 3 വയസ്സുകാരന്റെ സ്റ്റോറിയാണ്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു പല്ലുവേദന വന്നതാണ്. അങ്ങനെ നോക്കിയ സമയത്ത് എന്താണ്, 5-6 പല്ലിന് കേടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കേട് മാറ്റാൻ വേണ്ടി കുഞ്ഞിനെ അമ്മ എവിടേക്ക് കൊണ്ടുപോയി, മലങ്കര മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പറയാണ്, ഇത്രയും പല്ലുകൾ കേടുണ്ടായി, എന്തായാലും ഒരു സർജറി വേണമെന്നുള്ളത്. അമ്മയാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 6 മണിയോട് കൂടി കുഞ്ഞിനെ സർജറിക്ക് കയറ്റി. ഏകദേശം 8:30 ആയതോടെ കുഞ്ഞിന് സർജറി പൂർത്തിയായി. അങ്ങനെ ഒരു 9:30 മണിയൊക്കെ ആയപ്പോൾ കുഞ്ഞിന് നേരെ എന്താക്കാണ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹാളിലേക്ക് മാറ്റാണ്. അങ്ങനെ ഒരു 11:30 മണി ആയ സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹാളിലുള്ള നഴ്സുമാർ പുറത്തേക്ക് പോകുന്നു, കുറച്ച് നഴ്സുമാർ ഉള്ളിലേക്ക് വരുന്നു. ഇവരെന്തൊക്കെയോ ഹാളിൽ നിന്നും പുറത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നു. ഡോക്ടർമാർ ഹാളിലേക്ക് പാഞ്ഞു കയറുന്നു. ആകെപ്പാടൊരു ജഗ പോകാം. ഇതൊക്കെ കണ്ട് കുഞ്ഞിന്റെ അമ്മ പുറത്തിരിക്കുന്നുണ്ട്. അമ്മക്ക് കാര്യം എന്താണെന്നുള്ള പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഈ അമ്മ എന്താക്കാണ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹാളിലേക്ക് അങ്ങ് ഇടിച്ചു കയറാണ്. അപ്പൊ ഈ അമ്മ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കുഞ്ഞിന് ഡോക്ടേഴ്സ് CPR കൊടുക്കുന്നതാണ്. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്ന് പറയാണ്, കുഞ്ഞിന്റെ ഫുഡ് ശ്വാസകോശത്തിൽ കുടുങ്ങിപ്പോയി, ഞങ്ങളത് പുറത്തേക്ക് എടുക്കാണ്, ഏകദേശം 90% കുഞ്ഞ് മരിച്ചിട്ടുണ്ട്, ഹാർട്ട് ബീറ്റ് ലോ ആണ് എന്നൊക്കെ. ഇത് കേട്ടതോടെ അമ്മ പെട്ടെന്ന് ഷോക്ക് ആവാണ്. കാരണം എന്തിനാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്, ഒരു പല്ലുവേദനയ്ക്ക് കൊണ്ടുപോയതാണ്. പക്ഷെ പിന്നീട് കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കുഞ്ഞ് മരിച്ചു എന്നുള്ളതാണ്. വളരെ മൈനർ ആയിട്ടുള്ള ഒരു സർജറി മാത്രമാണ് ഇത്. ഇതിന് അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റ് എങ്ങനെയാണ് മരിക്കുക അല്ലെ. എന്തായാലും ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതോടെ കുഞ്ഞ് മരിച്ചു കേട്ടു. എന്തായാലും അതിന്റെ തൊട്ടടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് ശ്വാസകോശത്തിലേക്ക് ബ്ലഡ് കയറിയതാണ് മരണകാരണം എന്നുള്ളതാണ്. പക്ഷെ എന്ത് കാരണം കൊണ്ടാണ് ബ്ലഡ് കയറിയത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സർജറി ചെയ്ത ഡോക്ടർമാർ കൊടുങ്ങല്ലോ. അതാണ്, എന്തൊക്കെയായാലും ഒരേ തൊഴിലെടുക്കുന്ന ആൾക്കാരാണല്ലോ അല്ലെ. അപ്പൊ അവരെ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ അയച്ചിരിക്കും കുഞ്ഞിനെ മാതാപിതാക്കൾ വേണ്ട അന്വേഷണങ്ങളൊക്കെ നടത്തി. ഫസ്റ്റ് അവരോട് പറഞ്ഞ കാരണം ഫുഡ് കുടുങ്ങിയതാണെന്നുള്ളതാണ്. പിന്നെ പറഞ്ഞത് കുഞ്ഞിന് പൾസ് ലോ ആയതാണെന്നുള്ളതാണ്. വീണ്ടും അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായതാണെന്നൊക്കെയാണ്. അങ്ങനെ ഓരോ സമയം ഓരോ കാരണങ്ങളാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള കാരണം അവർക്ക് നൽകാൻ പറ്റുന്നില്ല. അതോടെ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഡോക്ടേഴ്സിനെതിരെ നിയമപരമായി നീങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന് അമ്മക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. തലേ ദിവസം വരെ അവിടെ ഇങ്ങനെ ഓടിക്കാണ്. അവിടെയുള്ള സ്റ്റാഫ്മാരൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ കുട്ടി ഇങ്ങനെ ഓടിച്ചാടി നടക്കണതേ. എന്നിട്ടാണ് കൊണ്ടുപോയി കൊടുത്ത പോലെയായി അവിടെ പോയിട്ട്. ഇത്രയും ആശുപത്രി സെറ്റിംഗ്സിനായിട്ട് പോലും രക്ഷിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്സിജൻ കിട്ടാതെയാണ്, അതായത് ശ്വാസം മുട്ടിയിട്ടാണ് എൻ്റെ കുട്ടി മരിച്ചേക്കണത്. ഇനി അങ്ങനെ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾക്ക് നീതി കിട്ടണം. എനിക്കറിയണം എൻ്റെ മോനെ എന്താ സംഭവിച്ചത്. ആർക്കും ഇത് സംഭവിക്കാൻ പാടില്ല. കേട്ടല്ലോ, ഇതാണ് ഈ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത്രയും വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഷോക്കിലാണ് ഈ അമ്മ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർ ശക്തമായ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോരാട്ടം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഡോക്ടർമാർക്ക് അനുകൂലമായിട്ടുള്ള പുതിയ നിയമം ആരെങ്കിലും ഒരുങ്ങുന്നത്. ആ നിയമം കൂടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ അമ്മയ്ക്ക് എവിടെ നീതി കിട്ടും, ഈ കുഞ്ഞിന് എവിടെ നീതി കിട്ടും? ആ നിയമത്തിന്റെ ആനുകൂല്യത്തിൽ ഉറപ്പായിട്ടും ഈ ഡോക്ടർമാർ പുറത്തിറങ്ങി നടക്കുന്നുള്ളതാണ്.
ഒരു കൂസലും ഇല്ലാണ്ട്. ഉറപ്പായും ഈ നിയമം വരുന്ന സാഹചര്യത്തിൽ ഈ അമ്മയുടെ കണ്ണുനീരിനും കൂടി നമ്മൾ വില പറയേണ്ടി വരും. ഇതാണ് ഒരു കഥ എന്ന് പറയുന്നത്. ഒരു പല്ലുവേദന വന്ന് ഡോക്ടറെ കാണിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയൊരു കുഞ്ഞിന്റെ കഥ. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന രണ്ടാമത്തെ കഥയിലേക്കാണ്. ഇതൊരു ദമ്പതിമാരുടെ കഥയാണ്. ആലങ്ങാട്ട് സ്വദേശിയായിട്ടുള്ള നിതിനും ശ്വേതയും തമ്മിൽ 1.5 വർഷം മുന്നെയാണ് വിവാഹം കഴിയുന്നത്. 1.5 വർഷമായിട്ടും അവർക്ക് കുട്ടികളില്ലാത്ത പ്രശ്നം വരുന്നു. അങ്ങനെ അവർ അതുമായി ബന്ധപ്പെട്ട് ചികിത്സക്കായി എന്താക്കുന്നു, ഡോക്ടർ നീക്യൂസ് ക്ലിനിക്കിലേക്ക് പോകുന്നു. അവിടെ തൊട്ടാണ് അവരുടെ കഷ്ടകാലം തുടങ്ങുന്നത്. ശ്വേതയ്ക്ക് PCODയുടെ പ്രശ്നമാണെന്ന് അവിടെ വെച്ച് തിരിച്ചറിയുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ലോപ്രോസ്കോപ്പി സർജറി ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെടുന്നു. അതിനായി അവരെ എങ്ങോട്ടേക്ക് മാറ്റുന്നു, ആലുവയിലെ സിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അങ്ങനെ അവിടെ ഏകദേശം സർജറിക്കായി ഒരു 9 മണിയൊക്കെ ആയ സമയത്ത് ശ്വേതയ്ക്ക് എന്ത് നൽകുന്നു, അനസ്തേഷ്യ നൽകുന്നു. അനസ്തേഷ്യ അറിയാലോ, സർജറിക്കൊക്കെ മയങ്ങാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നാണ്. അത് എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അനസ്തേഷ്യ നൽകിയപ്പോൾ ശ്വേതയ്ക്ക് എന്ത് സംഭവിക്കുന്നു, അലർജി വരുന്നു. അങ്ങനെ അലർജി ഉണ്ടായ കാര്യം ഡോക്ടർമാരെ അറിയിക്കുന്നു. പക്ഷെ ഡോക്ടർമാർ അത് മുഖവിലേക്ക് എടുക്കാതെ വീണ്ടും അനസ്തേഷ്യ നൽകുന്നു. സ്വാഭാവികമായിട്ടും അത് ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് മാറി. അങ്ങനെ ഏകദേശം കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ഡോക്ടർമാർ എന്താക്കുന്നു, മാതാപിതാക്കളോട് ശ്വേതയെ നേരെ ആസ്റ്റർ മിംസിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഏകദേശം ഒരു 2 മണിയോട് അടുപ്പിച്ച സമയത്ത് ഇവർ ആസ്റ്റർ മിംസിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശ്വേത മരണപ്പെടുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശ്വേതയുടെ അമ്മായിയമ്മക്കും ഭർത്താവിനും അമ്മായച്ചനും പറയാനുള്ളത് എന്താണെന്നുള്ളതൊന്ന് കണ്ടോക്കാം. ഞങ്ങക്ക് മോളായിരുന്നു, അതല്ലാണ്ട് അവള് മരുമോളല്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഓടി നടക്കണ ഒരു പെങ്കൊച്ചായിരുന്നു. ചിരിച്ചോണ്ട് പോയി വെച്ചല്ലേ ഓപ്പറേഷൻ കയറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സോടുകൂടി ടാറ്റായിരുന്നോണ്ട് പോയ മോളാണ്. 22 വയസ്സല്ലേ, അവൻ്റെ ജീവിതവും പോയില്ലേ. അവൻ ഇപ്പോഴാ മുറി കയറില്ല, ചിരിക്കില്ല, ഭക്ഷണം കഴിക്കില്ലേ. എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഡോക്ടർമാര്. ചുമയും ശ്വാസം മുട്ടുപോലും വന്നായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഡോക്ടർമാരും അന്ന് ദിവസം ഞങ്ങൾ അങ്ങോട്ട് റൂമിലേക്ക് വന്നില്ല. അപ്പം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു വിട്ടത്, ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഡോക്ടറിനോടൊന്നും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അത് പറഞ്ഞില്ലെന്ന് നമുക്കറിയില്ല. പുള്ളി കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് വന്നത്. 22 വയസ്സുള്ള മോളാണ് പോയത്. അതിൻ്റെ ഒരു അംശം പോലും അതിന് ജീവിച്ച് ആസ്വദിക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് അത് പോയി. അപ്പോൾ അങ്ങനെ പോകാനുള്ള കാരണം അന്വേഷിച്ചാണ് നമ്മൾ കേസ് കൊടുത്തേക്കുന്നത്. കേട്ടല്ലോ, ഇതാണ് അവസ്ഥ. ഇവര് ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പുതിയ നിയമം വരാൻ പോകുന്നെന്ന കാര്യം ഇവർ അറിയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നാളെ ഡോക്ടർമാർക്ക് വേണ്ടിയുള്ള പുതിയ നിയമം പാസ്സാക്കി കഴിഞ്ഞാലുള്ള ഈ കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച്. ഇപ്പോഴേ ഭർത്താവ് ഡിപ്രഷനിലാണ്, ഫുഡൊന്നും കഴിക്കുന്നില്ല, പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല അല്ലേ. ഇനി ആ നിയമം കൂടി പാസ്സാക്കിയുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഉറപ്പായും ഭയങ്കര ഹേർട്ട് ബ്രേക്കിംഗ് ആയിരിക്കും അവർക്ക്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അമ്മായിമ്മമാരും മരുമക്കളെ ദ്രോഹിച്ചുകൊണ്ടുള്ള വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വന്തം മരുമകൾക്ക് വേണ്ടി കരയുന്ന ഒരു അമ്മായിമ്മയെ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഈ അമ്മായിമ്മക്ക് സ്വന്തം മരുമകളെ സ്നേഹിച്ച് കൊതി തീർന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. 1.5 വർഷമായിട്ടുള്ളൂ അല്ലേ. അപ്പോഴേക്കും ജീവൻ എടുത്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇവരിനി നീതിക്ക് വേണ്ടി ഏത് വാതിലും മുട്ടും? പറ, നിങ്ങൾ തന്നെ പറ. ഇതാണ് രണ്ടാമത്തെ കഥ. ഇനി മൂന്നാമത്തെ കഥ എന്ന് പറയുന്നത് ഒരു അമ്മയുടെയും മകളുടെയും കഥയാണ്. ചെറിയൊരു ക്ഷീണം അനുഭവപ്പെട്ട് ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതായിരുന്നു അഡ്വക്കേറ്റ് സുചിത്രയുടെ അമ്മയെ. അപ്പൊ ഫുഡ് കഴിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഡോക്ടർ സുചിത്രയെ അറിയിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്താക്കുന്നു, ഫുഡ് കഴിക്കാനുള്ള ട്യൂബ് ഉള്ളിലേക്ക് ഇടുന്നു. അതിലൂടെ എന്താക്കുന്നു, അഡ്വക്കേറ്റ് സുചിത്രയുടെ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മയെ ചികിത്സിച്ച ഡോക്ടർ നിരൂപ് പുറത്തേക്ക് വന്ന് പറയുന്നത്, ട്യൂബ് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൊടുത്ത ഫുഡ് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി പോയി എന്നുള്ളത്. പോരെ, എക്സ്റേ എടുത്ത് നോക്കി, ശ്വാസകോശത്തിൽ ഫുഡിന് അംശങ്ങൾ കണ്ടു. നേരെ എന്താക്കി, ആ ഫുഡൊക്കെ അങ്ങ് വലിച്ചെടുത്തു. പക്ഷെ എങ്കിൽ കൂടിയും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി മാറി എന്നുള്ളതാണ്. അതോടെ അമ്മയെ നേരെ എന്താക്കുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് ഡോക്ടർമാർ ശ്രമിച്ചെങ്കിൽ കൂടിയും അമ്മയെ രക്ഷിക്കാനായില്ല. മെഡിക്കൽ കോളേജ് ICUലേക്ക് കയറി ചെന്ന സുചിത്ര കണ്ടത് മരിച്ചു കിടക്കുന്ന അമ്മയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, സെന്റ് ജെയിംസിലെ ഡോക്ടർമാർക്കെതിരെ നേരെ പോയി കേസ് കൊടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് സുചിത്രക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി നമുക്കൊന്ന് കണ്ടോ. സെന്റ് ജെയിംസിന്റെ കേസ് നമ്മൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും കളക്ടർക്ക് കൊടുത്ത പരാതിയില്ല, DMOയുടെ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തിയിരുന്നു ചികിത്സാ പിഴവ്. പിന്നെ ചാലക്കുടി DYSP ആയിരുന്നു കേസ് നോക്കിയിരുന്നത്. പക്ഷേ സാറ് എന്നെ വിളിച്ചിട്ട് അമ്മയുടെ കേസിന്റെ കാര്യങ്ങളല്ല കൂടുതലും ചോദിച്ചത്. എൻ്റെ മാരേജ് ഡിവോഴ്സാണ്, എന്നെ മാനസികമായി ഒരുപാട് വേദനിപ്പിക്കുന്നു. അസോസിയേഷൻകാരുടെ കൂടെയാണ് നിയമങ്ങൾ. രോഗികൾക്ക് എന്ത് നിയമങ്ങളാണുള്ളത്? രോഗീ സുരക്ഷാ നിയമങ്ങൾ ആരും എങ്ങും ഇല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എൻ്റെ അമ്മയുടെ കുറ്റവാളികളെ കണ്ടെത്തണം. എൻ്റെ അമ്മയുടെ മാത്രമല്ല, കേരളത്തിലെ ചികിത്സാ പിഴവിൻ്റെ പോരാണ്. അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ ജീവൻ.
അവസ്ഥയിലായി. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ കോടതി വരാന്തയിൽ നീതിയും കാത്തിരിപ്പുണ്ട്. ഡോക്ടേഴ്സിന് വേണ്ടിയുള്ള ഇത്തരം നിയമങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് ഇനി നീതിക്ക് വേണ്ടി എങ്ങോട്ട് പോകും? നിയമം വരെ കൈമലർത്തുന്ന ഒരു സാഹചര്യത്തിൽ അവരിനി എങ്ങോട്ട് പോകും? ഈ ഒരു ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.